ആദ്യം തന്നെ ഇതിന് വേണ്ടത് റസ്ക്കാണ്. ഞാനിവിടെ മിൽക്ക് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും വേണം. അപ്പോൾ ക്രീം ഞാൻ അളവൊന്നും പറയണില്ല, നിങ്ങൾക്ക് ഏത് അളവിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്രീമിലേക്ക് നമ്മൾ കോഫി പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഫി പൗഡർ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കോഫിയുടെ ഫ്ലേവർ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കോഫി പൗഡർ ചേർക്കാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ കുറച്ച് കോഫിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഫി പൗഡറും പഞ്ചസാരയും ചേർത്തിട്ട് സാധാരണ നമ്മൾ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന പോലെ കോഫി ഉണ്ടാക്കിയതാണ്. അതിൽ നമ്മൾ ഈ റസ്കിൻ്റെ ഓരോ പീസൊന്ന് മുക്കിയെടുത്തിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ഇത് ഉണ്ടാക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റസ്കിൻ്റെ പീസുകൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ പാത്രമായത് കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഞാനൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊന്ന് വെച്ചിട്ടാണ് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒക്കെ നമ്മൾ കോഫിയിൽ മുക്കിയെടുക്കണം കേട്ടോ റസ്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, നമ്മൾ കോഫി ചേർക്കാത്ത വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ലെയറിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റസ്ക് 2 ലെയറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലെയറും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ ഇതേപോലെ തന്നെ കോഫിയിൽ മുക്കിയിട്ട് റസ്കിൻ്റെ പീസുകൾ ഇതിൻ്റെ ക്രീമിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ കോഫി ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ ക്രീമാക്കിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് റസ്ക് ഒന്ന് പൊടിച്ചിട്ട് ആ ഒരു റസ്കിൻ്റെ പൊടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തണുക്കാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.